അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്. നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായി കഴിഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ ഈ കൊല്ലത്തെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിറ്റേന്നേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഹൈദരാബാദി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മക്കളൊക്കെ തറവാട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ മറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയതാണ്, പടക്കം പൊട്ടിക്കാനൊക്കെ. ഇപ്പോൾ വന്നിട്ടുണ്ട്. വന്ന് ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ നിന്നും പൊട്ടിക്കാണ്. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോൾ ഇങ്ങനെ പെരുന്നാളൊക്കെ എന്തൊക്കെയാണ്, എന്താ വിശേഷം, അടിപൊളിയായില്ലേ? എന്തൊക്കെ ഫുഡൊക്കെ എന്താ ഉണ്ടാക്കിയത് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവർക്കല്ലേ സന്തോഷമൊക്കെ കുട്ടികൾക്ക് പെരുന്നാളായ എന്തൊക്കെ. ഞാൻ അവരെ കൂടെ കുറച്ച് നേരമൊക്കെ നിന്ന് ബാക്കി പണിയിലേക്ക് പോയിട്ടോ. അതൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 8-10 പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി, ചെറിയ പീസ് 4 ഇഞ്ചിയാണ് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മറ്റേ ചതച്ച് വെച്ചു. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണിയിലേക്ക് ഉള്ളി പൊരിച്ചിട്ടാണ് കേട്ടോ ചേർത്തെടുക്കുക. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറേശ്ശെ എങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, എന്നാൽ ഓയിൽ വെറുതെ വേസ്റ്റ് ആവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു ബാച്ച് ഇങ്ങനെ പൊരിച്ച് കോരി, ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള ക്യാഷും കിസ്മസും കൂടി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടോ. ഇനി ചിക്കൻ കൊണ്ടിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്ത് ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി, മസാല കൂട്ടി വെക്കാൻ കരുതി. അങ്ങനെ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്യട്ടെ. ചിക്കനൊക്കെ 2-3 പ്രാവശ്യം നന്നായി കഴുകിയിട്ട് അത് വെള്ളം ഇതാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇതിലേക്കുള്ള മസാല ചെയ്യാതിന് വേണ്ടിയിട്ട് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത് ചേർത്തിട്ട് അതുപോലെ തന്നെ മുളക് പൊടി 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലയും, ഒരു പുളിയില്ലാത്തതാണെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ പുളിയില്ലാതാണെങ്കിൽ 1/4 കപ്പോളം തൈരും ചേർക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. മറ്റേത് പിന്നെ ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊന്നും ഒഴിക്കിടണ്ട. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഞാനിത്
ഇത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ രാവിലെയാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ എണീറ്റ് ഒരു 5 മണി ഒക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഇതിലേക്കുള്ള അരി വെള്ളത്തിലിട്ട് വെക്കരുത്. എണീറ്റൂടെ തന്നെ അത് വെള്ളം ഒഴിച്ചുകൊണ്ട് അവിടെ വെക്കാൻ കരുതി. അങ്ങനെ ഇതിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഊറ്റിയെടുക്കാനല്ലേ, അപ്പോൾ കുറേ തോനെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക കുറേശ്ശെ. പിന്നെ കുറച്ച് ഓയിലില്ലേ അതും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് തിളക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച ഓയിലുണ്ടല്ലോ, ഉള്ളി പൊരിച്ച ഓയിൽ, അതിലേക്ക് അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനിത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ അത് അടച്ചു വെച്ച് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പായസത്തിനുള്ളത് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. 3 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ. അങ്ങനെ പാലൊക്കെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം. അപ്പോൾ അത് അരിയും ഊറ്റിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാലട മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് പാലട മിക്സ് നന്നായി തിളച്ച് വെന്ത് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്താൽ പായസം ഇവിടെ റെഡിയായി. അങ്ങനെ അപ്പോഴേക്കും റൈസൊക്കെ വന്നിട്ടുണ്ട്, മസാലയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ദമ്മിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിലേക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സാഫ്രോണും വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ മസാലയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വറ്റിച്ചെടുക്കുക. അങ്ങനെ ഇനി ഇതിലേക്ക് 1 ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി ദമ്മിടണ പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. 1 ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. ഇതെല്ലായിടത്തേക്കും ലെവലാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇത് പാലിൽ ഇളം ചൂട് പാലിലേക്ക് സാഫ്രോൺ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഗരം മസാല
കുറച്ച് മതി, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുറച്ച് നെയ്യ് കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടി റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതേമാതിരി തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടുക. അതിന് ശേഷം അരമണിക്കൂറോളം അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അതിന് ശേഷം വേണം ഇത് പൊട്ടിച്ചെടുക്കാൻ. അങ്ങനെ അത് ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മോളെ കുളിപ്പിച്ച് ഓളെ മാറ്റിച്ചെടുത്തു കേട്ടോ. മറ്റൊരു മറ്റും പള്ളിക്ക് പോയിട്ടോ, കുളിച്ച് മാറ്റി ഓൻ പള്ളിക്കും പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നും അങ്ങനെ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ കുടിച്ച് നല്ല അടിപൊളിയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ, പിന്നെ ഞങ്ങൾ തറവാട്ടിക്കൊക്കെ പോയി. എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റി ഇറങ്ങാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വൈകുന്നേരം രാത്രിയാണ്. എന്നിട്ട് ഞങ്ങൾ രാത്രിയാണ് വീട്ടിൻ്റെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഇതൊക്കെയാണ് ഞങ്ങൾ പിറന്ന വിശേഷങ്ങൾ. ഇഷ്ടമായി പറഞ്ഞു.